ഇവിടെ ഈ ചെറിയ ചെറുക്കനാണെങ്കിൽ അവിടെ ബെഞ്ചിലിരുന്ന അവൻ്റെ അമ്മയുടെയും അവരുടെ അടുത്തിരുന്ന ഒരാളുടെയും ഷൂലേസ് പരസ്പരം കെട്ടിവെക്കാണ്. എന്നിട്ട് ഇവൻ അവൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതേ സമയം എൻ്റെ ചേച്ചിയാണെങ്കിൽ ഈ ഫോൺ എടുത്ത് ഇവരുടെ അമ്മക്ക് കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അമ്മ ഉടനെ വീട്ടിലേക്ക് വരണം, അർജന്റാണെന്ന് പറയാൻ ഇവള്. ഇത് കേട്ടതും ഇവരുടെ അമ്മ ഉടനെ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് സംഭവിക്കുന്നത്, നേരത്തെ ചെറുക്കൻ ഷൂലേസ് പരസ്പരം കെട്ടിയതുകൊണ്ട് തന്നെ ഈ സ്ത്രീ അവിടെ വീണ് പോവുകയാണ്. ഇത് കണ്ട് ഇവനാണെങ്കിൽ എന്ത് പറ്റി, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവള് വേണ്ട, എൻ്റെ മകളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അർജന്റാണ്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയാണ്. പക്ഷേ ഇവൾക്ക് വീണതുകൊണ്ട് തന്നെ നടക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആക്കി തരാമെന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ സ്ത്രീയുടെ വീട്ടിലെത്തുകയാണ്. അവിടെ ഇവളുടെ രണ്ട് മക്കളും അവരുടെ അമ്മയെ കാത്തിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇവരോട് എന്തിനാണ് നിങ്ങളെ പെട്ടെന്ന് വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഒന്നുമില്ല, ഞങ്ങൾ അമ്മക്ക് വേണ്ടിയിട്ട് ഒരു ലഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് ഇവരുടെ അമ്മക്കും സന്തോഷമായതാണ്. ഇവളെ വീട്ടിലേക്ക് എത്തിച്ച അയാളോട് ലഞ്ചിന് കൂടുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ സോറി, എന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ തന്നെ മൊബൈൽ 5 മിസ് കോൾ ഉണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് ആ രണ്ട് കുട്ടികളും പരസ്പരം മുഖം നോക്കി. അപ്പോൾ ഇയാൾ സിംഗിൾ അല്ലായിരുന്നു അല്ലേ എന്ന് പറയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളും അവരുടെ അമ്മക്ക് ഒരു ഹസ്ബൻഡിനെ തിരയുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാണിച്ചു കൂട്ടിയത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇതേസമയം പുറത്തുനിന്ന് ആരോ വാതിൽ മുട്ടാണ്. ഇവൾ അത് തുറന്നു നോക്കുമ്പോൾ അത് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും. ഇവനാണെങ്കിൽ അത്ഭുതപ്പെട്ടു. അല്ല, നീ എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇതേസമയം ഇവളാണെങ്കിൽ നിന്റെ ഫോണിൽ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. ഇതേസമയം ഇവനാണെങ്കിൽ അത് ശരി, അപ്പോൾ നീ എന്നെ സ്പൈ ചെയ്യുകയായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളും അതെ, അതുകൊണ്ട് എനിക്ക് നിന്റെ അവിഹിതം കൈയോടെ പൊക്കാനായി എന്ന് പറയാം. അപ്പോൾ ഇവനാണെങ്കിൽ നീ ഇത് വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ ഇവരെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്താണെന്ന് പറയാണ്. ഇവളും അതെ, അയാൾ നല്ലവനാണ്, അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്താണെന്ന് പറയാം. ഇതേസമയം രണ്ട് കുട്ടികളാണെങ്കിൽ അല്ല, നമ്മളിപ്പോൾ ഈ വന്ന് ചേച്ചി എവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ബുക്കും തപ്പിയാലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബുക്ക് തപ്പുകയാണ്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇവരുടെ അമ്മക്ക് ഒരു ഹസ്ബൻഡിനെ തിരയാൻ വേണ്ടിയിട്ട് പലരുടെയും ഫോട്ടോ ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു ബുക്കാണ്. അതിൽ വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഇപ്പൊ മറ്റവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, അവൾ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാകും. ഇത് കണ്ട് ഈ ചേച്ചിയാണെങ്കിൽ അനിയനോട് നീ പോയി അവളെ കുറച്ചു നേരം കൂടി ഇവിടെ പിടിച്ചിരുത്താനുള്ള ഒരു വഴി കണ്ടെത്തുന്നു പറയാണ്. അതേസമയം അനിയൻ ചെക്കനാണെങ്കിൽ ഇവൾ നേരത്തെ ഊരി വെച്ച ഇവളുടെ ജാക്കറ്റിൽ തന്നെ ഒരു പണി കൊടുക്കുകയാണ്. അങ്ങനെ ജാക്കറ്റ് ഉണക്കി ഇവൾ പോകാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ 3 പേര് അങ്ങോട്ട് വരാണ്. അവർ 3 പേരും ഇവളുടെ കാമുകന്മാരായിരുന്നു. അവരെ 3 പേർക്കും മറ്റവളുടെ ഫോണിൽ മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇവള് 4 പേരെയാണ് ഒരുമിച്ച് ഡേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കൂടെ തന്നെ മറ്റവളും എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്, അവിടെ നിൽക്കെന്ന് പറഞ്ഞ് ഇവളും പോകാണ് അവരുടെ പിന്നാലെ. ഇത് കണ്ട് ഇവനാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അമ്മ വന്നിട്ട് നീ വിഷമിക്കേണ്ട, അവൾ നിന്നെ അറിയിക്കുന്നില്ല, നിനക്ക് അതിലും നല്ല വേറെ ഒരാൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കുകയാണ്. ശരി, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇവൻ പോകാൻ നിൽക്കുന്ന ടൈമിൽ നോക്കുകയാണെങ്കിൽ ഈ പിള്ളേരാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഷൂലേസ് പരസ്പരം കെട്ടിവെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ വിളിക്കുകയാണ്.